ഇന്ന് രാവിലെ എണീക്കാൻ തന്നെ നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഭാഗ്യം കൊണ്ടാണ് തോന്നുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ടായി. ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയതുകൊണ്ട് തന്നെ തുറക്കാത്ത ബിരിയാണിയുടെ ചെമ്പ് തുറപ്പിച്ചിട്ട് ആദ്യം അവിടെ നിന്ന് ഫുഡ് എടുത്ത് ഇറങ്ങിയത് ഞാനായിരുന്നു. ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചാൽ ഒരാഴ്ചത്തെ തുണി മടക്കാനും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് എങ്ങോട്ടോ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തുണിയും മടക്കി വെക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂമിലെ ശ്രേയ ഘോഷാൽ. ഞാനങ്ങനെ മൂവി ഒന്നും കാണാൻ ഇഷ്ടപ്പെടുന്ന ആളൊന്നല്ല. പക്ഷെ അവൾ പോയപ്പോൾ ഒറ്റയ്ക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്തിരുന്ന് കണ്ടു. അങ്ങനെ ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴേക്കും അവൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അവൾ പുറത്ത് പോയി വന്നപ്പോഴേക്കും എനിക്ക് നല്ല തലവേദനയാണ്, നമുക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് പോയി. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് പുറത്ത് പോയത്. അങ്ങനെ വൈകുന്നേരം ചായ സ്നാക്സൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു കടയ്ക്കാണ് കേട്ടോ പോകാറുള്ളത്. ഞങ്ങളുടെ റൂമിലെ ക്യൂട്ട് കുട്ടി പോകുമ്പോൾ തന്നെ അവളുടെ കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് വേണ്ടി അവൾ കുറേ ഇരുന്ന് പോസ് ചെയ്തു. പക്ഷെ അതൊക്കെ ഫ്ലോപ്പായിട്ട് പോയിട്ടുണ്ടായി. ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് വെച്ചെങ്കിൽ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പെരി പെരി ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ നഗറ്റ്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോളോ ഫാർമസി ഉണ്ടായിരുന്നത്. അന്ന് അവിടെ പോയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പ്രൊഡക്ട്സ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു കണ്ടീഷണർ മേടിച്ച് റൂമിലോട്ട് പോയി.